സെൻസർ ബോർഡ്, സെൻസർ ബോർഡ്, സെൻസർ ബോർഡ്. ഈ പേര് കേൾക്കാത്തവരായി സിനിമ കാണുന്ന ആരും ഉണ്ടായിരിക്കില്ല. നമ്മളിൽ ചിലരെങ്കിലും ഇപ്പോഴും വിശ്വസിക്കുന്നത് സെൻസർ ബോർഡ് എന്ന് പറഞ്ഞാൽ സിനിമ റിലീസ് ആവുന്നതിന് മുൻപ് സിനിമയിലെ വേണ്ടാത്ത കാര്യങ്ങൾ കട്ട് ചെയ്ത് കളയുന്ന ഒരു സംഘടനയാണെന്നാണ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അങ്ങനെ എഴുതി കാണിച്ചാൽ നീ എന്നെ കൂറുകളിൽ കാണിക്കും, ഒരു കുഴപ്പമില്ല. ഹലോ എന്തോ എന്താണ്, ഞാൻ സെൻസർ ബോർഡിലെ മെമ്പറാണ് കേട്ടോ. എന്നാ 2 ഗ്ലാസ് ഇപ്പൊ തന്നെ അവിടെ കുടിച്ചോ. എന്നാൽ വാസ്തവത്തിൽ ഇതിങ്ങനെയൊന്നുമല്ല. സെൻസർ ബോർഡിനെ കുറിച്ച് ഒരുപാട് പൊട്ടത്തരങ്ങളും മിഥ്യാധാരണകളും നമ്മുടെ ഉള്ളിലുണ്ട്. സെൻസർ ബോർഡിനെ കുറിച്ച് നമ്മൾ അറിയാത്തതും അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഈ 2024 കാലഘട്ടത്തിൽ സെൻസർ ബോർഡ് എന്താണെന്ന് നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇങ്ങനെ പറയുന്നതിന് ഒരു വലിയ കാരണമുണ്ട്. അതെന്താണെന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. അങ്ങനെയെങ്കിൽ സെൻസർ ബോർഡിനെ കുറിച്ച് ഒരുപാട് വളച്ചുകെട്ടില്ലാതെ വിശദമാക്കാം. സോ വൺസ് അഗെയിൻ വെൽക്കം ടു ബോക്സ് ഓഫീസ്. ഇന്ത്യയിലെ ആദ്യത്തെ സിനിമ 1913 പുറത്തിറങ്ങിയ രാജാ ഹരിശ്ചന്ദ്രയാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഒരുപാട് സിനിമകൾ ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1952 സുപ്രീം കോടതിയുടെ നിർദ്ദേശത്താൽ ഒരു സംഘടന ഇന്ത്യയിൽ രൂപീകരിച്ചു. അതാണ് സെൻസർ ബോർഡ്. സെൻസർ ബോർഡിന്റെ ആദ്യത്തെ പേര് BBFC അഥവാ ബോംബെ ബോർഡ് ഓഫ് ഫിലിം സെൻസേഴ്സ് എന്നായിരുന്നു. പിന്നീടത് CBFC അഥവാ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സെൻസേഴ്സ് എന്നാക്കി മാറ്റി. എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ഇന്ത്യയിൽ സെൻസർ ബോർഡ് എന്ന സംഘടന ഉണ്ടാക്കിയതിന്റെ കാരണം അറിയാമോ? വേറൊന്നുമല്ല, ഒരു ബുക്കിൽ എഴുതിയിരിക്കുന്നത് വായിക്കുന്നതിനേക്കാളും ഒരാൾ സംസാരിക്കുന്നത് കേൾക്കുന്നതിനേക്കാളും മനുഷ്യരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഒരു ദൃശ്യം കാണുമ്പോഴാണ്. സിനിമയുടെ പ്രത്യേകത എന്താ? ദൃശ്യം. ഒരു ദൃശ്യം മനസ്സിൽ പതിയുന്ന ആഴത്തിൽ മറ്റൊന്നും പതിയില്ല. അതുമാത്രമല്ല, ഇന്ത്യ എന്ന രാജ്യം വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾ തിങ്ങി നിറഞ്ഞ വൈവിധ്യങ്ങളുടെ ഒരു രാജ്യമാണ്. അതുകൊണ്ട് ഏതൊരു ദൃശ്യമാധ്യമത്തിനും ആളുകളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് 1952 മുതൽ റിലീസാവുന്ന എല്ലാ സിനിമകളും നിർബന്ധമായിട്ടും സെൻസർ ചെയ്യണമെന്ന് കോടതി തീരുമാനിച്ച് സിനിമാറ്റോഗ്രാഫി ആക്ട് പ്രകാരം സെൻസർ ബോർഡ് എന്ന സംഘടന രൂപീകരിച്ചത്. എന്നാൽ 1983 ആയപ്പോഴേക്കും സെൻസർ ബോർഡിന്റെ പേര് മാറ്റി. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സെൻസേഴ്സ് എന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻസ് എന്നാക്കി മാറ്റി. നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ ആദ്യം കാണിക്കുന്ന ഒരു വലിയ സർട്ടിഫിക്കേഷനും ശേഷം 30 സെക്കൻഡ് കാണിക്കുന്ന ക്യാൻസറിന്റെയും 20 സെക്കൻഡ് കാണിക്കുന്ന പുകവലിയുടെയും പരസ്യം സെൻസറിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. എന്നാൽ നിങ്ങൾക്കറിയാമോ, വാസ്തവത്തിൽ സെൻസർ ബോർഡിന് ഒരു സിനിമയിലെ സീനുകൾ കട്ട് ചെയ്ത് നീക്കാനുള്ള അധികാരമില്ല. സെൻസർ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം സർട്ടിഫൈ ചെയ്യാൻ മാത്രമേ ശരിക്കും അവരെ ഏൽപ്പിച്ചിട്ടുള്ളൂ, കട്ട് ചെയ്യാനൊന്നും അവരെ ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന സിനിമകളിലെ സീനുകളെല്ലാം സെൻസർ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുന്നത് ആരാണ്? ഇത് നമ്മളെ കുഴപ്പിക്കുന്ന ഒരു വലിയ ചോദ്യമാണ്. എന്നാൽ ഇതിന്റെ ഉത്തരം വളരെ സിമ്പിൾ ആണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ എന്ന സെൻസർ ബോർഡിന് ഒരുപാട് ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻ ക്രോസ് ചെയ്യുന്ന ഏതൊരു സിനിമയും അവർക്ക് സെൻസർ ചെയ്യുന്നതിനിടയിൽ ഇടപെടാം. ചുരുക്കി പറഞ്ഞാൽ സെൻസർ ബോർഡിന്റെ ഗൈഡ് ലൈൻ അനുസരിച്ച് സിനിമ ഷൂട്ട് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ എന്തൊക്കെയാണ് സെൻസർ ബോർഡിന്റെ ഗൈഡ് ലൈനുകൾ? ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പരമാധികാരത്തെ മോശമായി കാണിച്ചുകൊണ്ട് ഒന്നും ചെയ്യരുതെന്ന്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ നേരിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഇനി ഉപയോഗിക്കണമെങ്കിൽ കോടതിയിൽ നിന്നും സ്പെഷ്യൽ പെർമിഷൻ എടുത്തിരിക്കണം. ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ്, പ്രത്യേകിച്ചും വയലൻസ് പോലുള്ള സംഭവങ്ങൾ നല്ലതാണെന്ന് പ്രസ്താവിക്കുന്നത് ഒഴിവാക്കണം. കുട്ടികൾക്കെതിരെയുള്ള വയലൻസ്, മൃഗങ്ങളെയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യരെയും ചൂഷണം ചെയ്യുന്നത് ഒഴിവാക്കണമെന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണം, പ്രത്യേകിച്ചും റേപ്പ് പോലുള്ള സീനുകൾ ഉണ്ടായിരിക്കരുതെന്ന്. ഇവയൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില ഗൈഡ് ലൈനുകൾ. സെൻസർ ബോർഡിന് ഈ ഗൈഡ് ലൈൻ നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൽ ചില ഇളവുകളൊക്കെ ഉണ്ട്. അതായത് ഒരു സിനിമയിലെ കണ്ടന്റിൽ വയലൻസോ മദ്യപാനമോ റേപ്പോ ഉണ്ടെങ്കിൽ അതിന്റെ പ്രാധാന്യം ആ സിനിമയിൽ ഉണ്ട് എന്ന് സെൻസർ ബോർഡിനെ അതാത് സിനിമകളുടെ അംഗങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. സിനിമയുടെ കഥയിൽ ഇതെല്ലാം അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയാൽ സെൻസർ ബോർഡ് ഒരിക്കലും അത് കട്ട് ചെയ്യില്ല. ഉദാഹരണത്തിന് 2ാം ഭാഗം എന്നുള്ള സിനിമ കഴിഞ്ഞ സമയത്ത് എന്നെ ലാൽ ജോസിനെ സെൻസർ ബോർഡിൽ അവർ വിളിച്ചു. ഞങ്ങൾ വയലൻസ് ആയിരുന്നു അതിൻ്റെ അകത്തുള്ള പ്രശ്നം. ആ വയലൻസിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് വയലൻസിന് എതിരായിക്കൊണ്ടാണെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ആ വയലൻസിനെ അംഗീകരിക്കുകയാണെന്ന് അവർ പറഞ്ഞു. എന്നാൽ നിങ്ങൾക്കറിയാമോ, സെൻസർ ബോർഡിൽ ഒരു വലിയ പൊട്ടത്തരമുണ്ട്. ആ ഒരു മണ്ടത്തരം ഇപ്പോഴും സെൻസർ ബോർഡുകാർ ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ട്. 1975 ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാ മേഖലയിലും ഒരുപാട് കടുത്ത നിയമങ്ങൾ വന്നിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് സെൻസർ ബോർഡിൽ കടുത്ത നിയമങ്ങൾ വന്നു. പ്രത്യേകിച്ചും മദ്യക്കുപ്പയുടെ ചിത്രങ്ങൾ, ഒരുപാട് രക്തത്തിന്റെയും രക്തം തളം കെട്ടിക്കിടക്കുന്നതിന്റെ ചിത്രങ്ങളോ വിഷ്വലുകളോ ഒന്നും സിനിമയിൽ കാണിക്കാൻ പാടില്ലായിരുന്നു. എന്തിനു പറയാൻ, സിനിമയിൽ ആക്ഷൻ സീനുകൾ ഉണ്ടെങ്കിൽ പോലും ആക്ഷൻ സീക്വൻസുകൾ മാത്രമേ സിനിമയിൽ അനുവദിച്ചിരുന്നുള്ളൂ. ഇനി ആക്ഷൻ ഉണ്ടെങ്കിൽ പോലും ഒരു ആക്ഷന് 2 മിനിറ്റാണ് മാക്സിമം കൊടുത്തിരുന്നത്. അങ്ങനെ വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും കടുത്ത നിയമങ്ങൾ അടിയന്തരാവസ്ഥ കാലം മുതൽ സെൻസർ ബോർഡ് ചെയ്തു പോന്നു.
എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ, അടിയന്തരാവസ്ഥ 1977 തീർന്നപ്പോൾ ആ സമയത്ത് നിയമങ്ങളെല്ലാം എല്ലാ മേഖലയിൽ നിന്നും പിൻവലിച്ചു. പക്ഷേ ഇന്ന് 2024 പോലും അടിയന്തരാവസ്ഥ കാലത്ത് സെറ്റ് ചെയ്ത ആ നിയമങ്ങൾ നോക്കിയാണ് സെൻസർ ബോർഡ് സിനിമകൾ സെൻസർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പല സിനിമയിലെ ചില ഇമേജിനും ഡയലോഗുകൾക്കും മറ്റ് സംഗതികൾക്കും മ്യൂട്ട്, ബീപ്പ് സൗണ്ട് കൊടുത്ത് ബ്ലർ ചെയ്ത് കാണിക്കുന്നത്. ഇത്തരം കടുത്ത നിയമങ്ങൾ സെറ്റ് ചെയ്തത് മൂലം മുൻപുണ്ടായിരുന്ന ഇളവുകൾ പല സിനിമയ്ക്കും ലഭിക്കാതെ പോവുക മാത്രമല്ല, ഒരു ഫിലിം മേക്കറുടെ ചിന്തയുടെയും സ്വാതന്ത്ര്യത്തിന്റെ മേലുള്ള കടന്നുകയറ്റമായി മാറുകയും ചെയ്തു. ചില ഉദാഹരണങ്ങളാണ് ആന്തി എന്ന സിനിമ. ഈ സിനിമയിൽ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറയുന്നത് കൊണ്ട് കാരണം പോലും ചോദിക്കാതെ ഇലക്ഷൻ കോഡ് ഓഫ് കണ്ടക്ട് ബ്രേക്ക് ചെയ്തു എന്ന കുറ്റം മൂലം 2 വർഷത്തേക്ക് ഈ സിനിമ ബാൻ ചെയ്തു. എന്നാൽ അന്ന് ഭരിച്ചിരുന്ന മന്ത്രിസഭയുടെ മാനം രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അവർ അത് ചെയ്തതെന്ന് ചില കൂട്ടർ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ 1977 മറ്റൊരു പാർട്ടി വന്നപ്പോഴാണ് ഈ സിനിമ റിലീസാക്കിയത്. മലയാളത്തിലും ഇത്തരം ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പാപ്പിലിയോ ബുദ്ധ എന്ന സിനിമ ബാൻ ചെയ്യപ്പെട്ട ഒന്നാണ്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിക്കെതിരെയുള്ള സിനിമയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അത് ബാൻ ചെയ്തത്. എന്നാൽ പിന്നീട് ആ സിനിമയിലെ ഗാന്ധിയെക്കുറിച്ച് പറയുന്ന സീനുകൾ മ്യൂട്ട് ചെയ്യുകയും ബ്ലർ ചെയ്യുകയുമാണ് അവർ ചെയ്തത്. പിതാവിനും പുത്രനും എന്ന സിനിമയിൽ മരണപ്പെട്ടുപോയ സിസ്റ്റർ അഭയയുടെ ജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് കൊണ്ട് കാരണം പോലും നോക്കാതെ അവർ അത് ബാൻ ചെയ്തു. ചായം പൂശിയ വീടെന്ന സിനിമയിൽ കാണിക്കുന്ന നഗ്നതയാണ് മറ്റൊരു കാരണം. ഇനി വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, 2024 കാലഘട്ടത്തിൽ നമ്മൾ നിർബന്ധമായും സെൻസർ ബോർഡ് എന്താണെന്ന് മനസ്സിലാക്കണമെന്ന്. അതിന്റെ ഏറ്റവും വലിയ കാരണമാണ് പൊളിറ്റിക്സ്. നമുക്കറിയാം, സിനിമയും രാഷ്ട്രീയവും രണ്ടും രണ്ടാണ്. ഒരു കല എന്നതിലുപരിയായി രാഷ്ട്രീയം പറയുന്ന ഒന്നായി സിനിമയെ സെൻസർ ബോർഡ് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് മാറി മാറി ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രശ്നമായിരിക്കാം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2024 പുറത്തിറങ്ങിയ ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമ. സിനിമയുടെ ആദ്യത്തെ പേര് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നായിരുന്നു. എന്നാൽ സിനിമയുടെ സെൻസറിങ്ങിന്റെ സമയത്ത് ഭാരതം എന്ന പേര് എടുത്തു കളയാൻ സെൻസർ ബോർഡ് നിർദ്ദേശിച്ചു. ഒരിക്കലും ഒരു സെൻസർ ബോർഡിന് അത് പറയാനുള്ള അവകാശമില്ല. കാരണം സെൻസർ ബോർഡിന്റെ ഗൈഡ് ലൈൻ അനുസരിച്ച് സിനിമയുടെ കഥയോ സിനിമയുടെ പേരോ മറ്റൊന്നും രാജ്യത്തിനെതിരെയോ രാജ്യത്തിന്റെ പരമാധികാരത്തിനെതിരെയോ ഒന്നുമല്ല. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഭാരതം എന്ന പേര് സെൻസർ ബോർഡ് വെട്ടിമാറ്റിയത് എന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ ചോദിച്ചപ്പോൾ സെൻസർ ബോർഡ് പറഞ്ഞത് ഞങ്ങൾക്കതിന് ഒരു കാരണമില്ല എന്നാണ്. സിനിമയുടെ കണ്ടന്റിൽ ഇവർക്ക് യാതൊരു വിധത്തിലുള്ള പരാതികളുമില്ല, പേരിൽ മാത്രമാണ് പ്രശ്നം. പലതവണ ഞങ്ങൾ ചോദിച്ചു എന്തുകൊണ്ട് ഈ പേര് ഇടാൻ പാടില്ല, അതിന് അവർക്ക് ഉത്തരവില്ല. വാസ്തവത്തിൽ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. അതിലേക്ക് കൂടുതലായി ഞാൻ കടക്കുന്നില്ല. സിനിമ എന്ന മേഖലയിൽ രാഷ്ട്രീയം കുത്തിക്കയറ്റുമ്പോൾ കലയ്ക്കും കലാകാരന്മാർക്കും വളരെ ബുദ്ധിമുട്ടാണ് സെൻസർ ബോർഡ് സൃഷ്ടിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കൂ. തട്ടത്തിൻ മറയത്ത്, നായര് പിടിച്ച പുലിവാല്, നിർമാല്യം, ഇത് 3 ഹിറ്റ് സിനിമകളാണ്. എന്നാൽ ഇന്ന് ഇതേ പേരിലോ ഇതേ കണ്ടന്റിലോ സിനിമകൾ ഇറക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. തട്ടത്തിൻ മറയത്തിലെ 2 മതത്തിലെ പ്രണയവും നായര് പിടിച്ച പുലിവാൽ എന്ന സിനിമയിലെ ജാതിപ്പേര് ഉയർത്തിക്കാട്ടിയും നിർമാല്യം എന്ന സിനിമയിൽ വിഗ്രഹത്തിൽ തുപ്പുന്ന സീനും ഉയർത്തിക്കാട്ടി രാഷ്ട്രീയ വെറുപ്പ് ആളുകൾ പടർത്തും. ഈ ഒരു ചെറിയ കാരണം മതി സിനിമ ബാൻ ചെയ്യപ്പെടാൻ. സിനിമയെ സിനിമയായി കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സെൻസർ ബോർഡ് പോലും കലയിൽ വിദ്വേഷവും രാഷ്ട്രീയവും കുത്തിനിറക്കുകയാണ്. OTT പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ റിലീസാവുന്ന സിനിമകൾക്ക് സെൻസറിങ്ങിന്റെ ആവശ്യമില്ല. ഇനി ഒരു സിനിമ IFFK പോലുള്ള ദേശീയവും അന്തർദേശീയവുമായ ഫിലിം ഫെസ്റ്റിവലുകളിൽ പ്രദർശിപ്പിക്കുമ്പോൾ സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കേഷന്റെ ആവശ്യമില്ല. സിനിമയ്ക്ക് മാത്രമല്ല, ഡോക്യുമെന്ററികൾ, സിനിമ ട്രെയിലറുകൾ, ടീസറുകൾ, എന്തിന് സിനിമ പോസ്റ്റർ വരെ സെൻസർ ബോർഡ് സെൻസർ ചെയ്യുന്നുണ്ട്. ജൗൻ കഹാ ബതാ ഏദിൽ എന്ന സിനിമ നെറ്റ്ഫ്ലിക്സിൽ കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സെൻസർ ബോർഡുമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. 2023 പുറത്തിറങ്ങിയ ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ എന്ന BBC ഡോക്യുമെന്ററിയാണ് സെൻസർ ബോർഡ് ബാൻ ചെയ്ത അവസാനത്തെ ഡോക്യുമെന്ററി. സെൻസർ ബോർഡ് കൊടുക്കുന്ന പ്രധാനപ്പെട്ട 4 സർട്ടിഫിക്കറ്റുകളാണ് ഉള്ളത്. അതിലൊന്നാണ് U സർട്ടിഫിക്കറ്റ്, അതായത് എല്ലാവർക്കും കാണാൻ കഴിയുന്ന സിനിമകൾ. രണ്ടാമത്തേതാണ് URA സർട്ടിഫിക്കറ്റ്, അതായത് 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ നിർബന്ധമായും രക്ഷിതാക്കളുടെ കൂടെ സിനിമ കാണണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മറ്റൊന്നാണ് A സർട്ടിഫിക്കറ്റ്, ഇത് 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ കാണണമെന്ന് സൂചിപ്പിക്കുന്നു. അവസാനത്തേതാണ് S സർട്ടിഫിക്കറ്റ്, അതായത് സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അഥവാ എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, സയന്റിസ്റ്റുകൾ എന്നിങ്ങനെ പ്രത്യേകം സ്പെഷ്യലൈസ് ആയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയുള്ള സിനിമകളാണ് അത്. സെൻസർ ബോർഡിന് ഇന്ത്യയിൽ 9 റീജിയണൽ ഓഫീസുകളാണ് ഉള്ളത്. അതിലൊന്നാണ് തിരുവനന്തപുരത്തുള്ള സെൻസർ ബോർഡിന്റെ ഓഫീസ്. എടുത്തു മാറ്റിക്കളയേണ്ട നിയമങ്ങൾ വർഷങ്ങളായി ചുമന്നുകൊണ്ടു പോകുന്ന സെൻസർ ബോർഡിന്റെ പ്രവൃത്തിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.